ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പതിവ് പോലെ തന്നെ അടുക്കളയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് സ്കൂളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 4:45 കേട്ടോ. അപ്പോൾ ചായയുടെ കടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അരിപ്പൊടിയും കുറച്ച് മൈദയും കുറച്ച് വെള്ളവും ഉപ്പും മുട്ട ഒഴിച്ചിട്ട് നമ്മൾ പോളാന്ന് പറയുമ്പോൾ ഈ മറ്റുള്ളടത്ത് അരി കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ എന്നൊക്കെ പറയില്ല, നീർദോശ പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതാണ് അന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം കേട്ടോ, അധികം കട്ടിയില്ലാണ്ട് വെള്ളം പോലത്തെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അടുപ്പത്തെ തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓളം ഉണ്ടാക്കാനുള്ള ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളിങ്ങനെ കോരി ഒഴിക്കുകയാണ് ചെയ്യുക കേട്ടോ. നമ്മൾ ദോശ ചുടുന്ന പോലെ ഇങ്ങനെ പരത്തല്ല ചെയ്യണത്, കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും അത് പെട്ടെന്ന് അതിന് വിട്ട് വരികയും ചെയ്യും കേട്ടോ. അതുപോലെ അത് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോരിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് ചായയുടെ കടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ചോറിലേക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ചോറിലേക്ക് സാമ്പാർ ഉണ്ടാക്കണം. അതുപോലെ തന്നെ കുറച്ച് അവിയൽ ഉണ്ടാക്കണം കേട്ടോ. അതൊന്നും കാണിക്കണില്ല, സാമ്പാർ അവിയലൊക്കെ ഉണ്ടാക്കണം മുന്നേ വീഡിയോയിൽ കാണിച്ച കാരണം ഒന്നും കാണിക്കണില്ല കേട്ടോ. അങ്ങനെ ചായയുടെ കടി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് അപ്പോൾ ചോറ് കുക്കറിൽ ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായയുടെ കടി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്, സാമ്പാർ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നും കാണിക്കണില്ല. അപ്പോൾ നേരെ ഒരു 6 മണി ആയിട്ടുണ്ട്. മദ്രസയിലേക്ക് താഴെയുള്ള ആൾക്ക് 1-ാം ക്ലാസ് വരെ എനിക്കൊന്ന് മദ്രസയിൽ പരീക്ഷ ഉണ്ട് കേട്ടോ. പൊതുപരീക്ഷക്കാരൻ 5-ാം ക്ലാസ്സിലത്തെ പൊതുപരീക്ഷ കഴിഞ്ഞ കാരണം അവനില്ല, അന്ന് ഇവൻ ഒറ്റയ്ക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നേരക്കാണ് വെളുത്ത വരുന്ന സമയമാണ്. അപ്പോൾ അവന് മദ്രസയിൽ കൊണ്ടാക്കാൻ പോയിട്ട് മൂത്താൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇവിടെ ചോറ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ വറുത്തിടണം, അതേപോലെ തന്നെ പപ്പടം വറക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചായയുടെ കടിയിലേക്ക് മീൻകറിയുണ്ട്, പിന്നെ തേങ്ങാപ്പാലും വേണ്ട. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും തേങ്ങാപ്പാൽ വേണം. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാനുള്ള തേങ്ങ അടിച്ചതോ ഒഴിച്ച് പാലെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്കും ചോറായിട്ടുണ്ടായിരുന്നത് ഊറ്റി പാത്രത്തിലേക്കാക്കി പൊട്ടിച്ചിട്ട് ഇനി ഇതൊക്കെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂത്താൾക്ക് മാത്രം മതി അവിയൽ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് മാത്രം അവിയൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ സാമ്പാറും പപ്പടവും അവിയലൊക്കെ പിന്നെ മാങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലായിടത്തും മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ കാറ്റുള്ള കാരണം നന്നായി മാങ്ങ വീണുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ എടുത്ത് ഇങ്ങനെ വീണത് ഉപ്പിലിട്ട് വയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാണ്ടൊന്ന് കൊണ്ടുപോകുന്നത്, അപ്പോൾ അവർക്ക് ഇഷ്ടമാണത്. അപ്പോൾ ഈ മാങ്ങാച്ചാറ് മാങ്ങ ഉപ്പിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കണ കാലത്താണെങ്കിലും നമുക്കും നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇങ്ങനെ അത് കടിച്ചിങ്ങനെ തിന്ന് ചോറ് തിന്നാനും ബാക്കി കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ. അപ്പോൾ കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കണ്ട ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരെ ചോറ് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ പോണതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഭയങ്കര തിരക്കാണ്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ എടുക്കാനും ഒക്കെ കൂടെ നടക്കില്ല. അങ്ങനെ എന്നിട്ട് അവരിതാ സ്കൂളിലേക്ക് പോകണം കേട്ടോ. മൂത്താൾക്കും ക്ലാസ് ഉണ്ട് കേട്ടോ, +2കാരനും ഇന്ന് ക്ലാസ് ഉണ്ടാക്കാനും ഇന്ന് ആരുമില്ല വീട്ടിൽ, ഞാൻ മാത്രമാണ് കേട്ടോ ഉള്ളത്. അവരങ്ങനെ പോയി ഗേറ്റ് അടയ്ക്കാണ് കേട്ടോ. അപ്പം ഇന്നലെ കറണ്ടിൻ്റെ ആൾക്കാർ വന്നിട്ട് സൈഡിലുള്ള അപ്പുറത്തെ വീട്ടിലെ പ്ലാവിൻ്റെയും വാടൊക്കെ ഇലൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വൃത്തിയാക്കണം, അടിച്ച് വാരണം, അങ്ങനെ കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആദ്യം പറക്കിയിട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കേട്ടോ. ഇനി ഇതാ ഇങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത്. ഇനി ഇവിടെയൊക്കെ അടിച്ച് വാരണം കേട്ടോ. ആകെ ചെരുപ്പൊക്കെ വലിച്ച് വാരിയിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂലൊക്കെ എടുത്തുകൊടുന്ന് ഫ്രണ്ടിലൊക്കെ അടിച്ച് വരാം കേട്ടോ. ആദ്യം കാർ പുറച്ച് അടിച്ചിട്ട് ബാക്കിയുള്ളടത്ത് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ചവിട്ടിയൊക്കെ കുടഞ്ഞിട്ടിട്ട് അടിച്ച് വാരിയിടുകയാണ് കേട്ടോ. മക്കൾ സ്കൂളിൽ പോകുമ്പോഴത്തേനും അകത്ത് അടിയും തോടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എന്നാലും ഈ ഫ്രണ്ടിൽ ഇവർ പോകുമ്പോൾ ഈ ഷൂ ഇടുമ്പോൾ വന്നിരുന്നിട്ട് ഈ ചവിട്ടുപടിയുമ്പോൾ ഇരുന്ന കാരണം അവിടെ നിറച്ച് മണ്ണായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒന്ന് ചവിട്ടുപടിയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് അവിടെയൊക്കെ ഒന്ന് അടക്കി വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ സൈഡിലൊക്കെ അടിച്ച് വാരിയിട്ട് അവിടെ ഫുള്ളൊന്ന് അടിച്ച് വാരി എടുക്കണം. അങ്ങനെ ഫ്രണ്ടിലൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കൽ കഴിഞ്ഞിട്ട് അതിന് മുറ്റം അടിക്കാനുണ്ട്. മുറ്റം ഒരു സൈഡ് അടിക്കണമല്ലോ കേട്ടോ. നിറയെ മാവിൻ്റെ ഇല വീണ് കിടക്കണം, കാരണം കാറ്റല്ലേ. അപ്പോൾ നല്ല ഇല വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1-2 ഇവിടെ മുറ്റടിക്കാൻ കേട്ടോ. ഒരു സൈഡ് അടിച്ചാൽ മറ്റേ സൈഡ് അങ്ങനെ 1-2 അടിക്കൽ കേട്ടോ. ഇനി മുറ്റടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ചവറായിട്ടുണ്ടായിരുന്നു, പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാറ്റുള്ള കാരണം നല്ല എന്താ പറയുക ഇല വീണുണ്ട്. അതേപോലെ തന്നെ മാങ്ങ വീണ് ഞാൻ നേരത്തെ കാണിച്ചില്ല, ഉപ്പിലിട്ട് വെച്ച മാങ്ങ. ഇങ്ങനെ വീണ മാങ്ങ എടുത്തുകൊണ്ടായിട്ട് ഇങ്ങനെ ദിവസം ഇങ്ങനെ ഇട്ട് വെക്കലാണ് കേട്ടോ പണി. ഇതൊക്കെ പറക്കിയൊരു ഭാഗത്ത് വെക്കും. അപ്പോൾ അത് കുറച്ച് മാങ്ങ വീണിട്ടുണ്ട് കേട്ടോ. ഈ ചവറൊക്കെ വാരിയിട്ട് തെങ്ങിൻ്റെ കടക്ക കൊണ്ടുവിടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ
കുറച്ച് പണിയുണ്ട്, പണി കഴിഞ്ഞാൽ അത് കത്തിക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാട്ടാ തെങ്ങിൻ്റെ സൈഡിൽ ഇട്ടിട്ട് കത്തിക്കുക ചെയ്യുക. അങ്ങനെ ഓരോ തെങ്ങിൻ്റെ കടക്ക മാറി മാറിയിട്ടാണ് കത്തിക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, മുന്നേ വീഡിയോയിൽ കണ്ടവർക്കറിയാം ഒരു മാവ് ഉണ്ടായിരുന്നു ഇവിടെ മഴക്കാലത്ത് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാവ് വെട്ടിയപ്പോൾ അതിൻ്റെ ഭാഗത്തായിട്ട് 2 മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മുറ്റത്തായിട്ട് കേട്ടോ, അതൊരു മാവും മറ്റേത് ഒരു മാവ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊക്കെ ഒന്ന് നനയ്ക്കണം കേട്ടോ. കുറച്ച് ചീര നട്ടിട്ടുണ്ട്, അപ്പോൾ അതിനൊക്കെ ഒന്ന് നനയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് ചീര വിത്ത് ഉണ്ടായിരുന്നത് അവിടെ സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നനച്ച് കൊടുക്കേണ്ട. കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പൈപ്പ് എടുത്തിട്ടൊന്ന് നനച്ചാൽ മതി, പക്ഷേ ഇനി പൈപ്പ് എടുത്തത് മടക്കി കൊണ്ടുവെക്കണ്ടേ എന്നുള്ളൊരു മടി കാരണമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഇങ്ങനെ നനയ്ക്കണത്. അപ്പോൾ അവിടെയൊക്കെ ചീരകൾ മുളച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നനയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി തീയ് കത്തിക്കാൻ വരും കേട്ടോ. നമ്മൾ നേരത്തെ ഇട്ടുണ്ടായിരുന്ന ചവറ് കത്തിച്ച് എടുക്കേണ്ടത്. കത്തിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറമ്പിൽ നമുക്കൊന്ന് നനയ്ക്കാൻ. ഇനി നേരത്തെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ഒക്കെ പറക്കി വരട്ടെ വെച്ചിട്ട് അതൊക്കെ എടുക്കാൻ പോയിട്ടാ. താട്ടാ മാങ്ങ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ, വലുതും ചെറുതൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ഇനി അതായിട്ട് അകത്തേക്ക് പോയിട്ട് അതൊക്കെ മുറിച്ചിട്ട് ഈ കുപ്പിയിലിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അതിപ്പോൾ മുന്നിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എടുത്തെടുത്ത് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഫില്ല് ചെയ്ത് വെക്കുക ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടാണ്. പറമ്പിലെ അവസ്ഥ ഇതാണ്. നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ പറമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇടും, വീണ്ടും ഇലകൾ വീഴും കണ്ടോ, ഇങ്ങനെയായിട്ട് കെടുക്കുന്നുണ്ടോ. അതിൻ്റെ കൂടെ ഇയാളും ഉണ്ട് കേട്ടോ, 2 പൂച്ചകളുണ്ട്. അവർ വേസ്റ്റ് കൊണ്ടിടാൻ വരുമ്പോൾ അതൊക്കെ തിന്നാൻ വരലും അതൊക്കെയാണ് പണിയും. അപ്പോൾ അവരും ഉണ്ടിട്ടാ കൂടെ. അങ്ങനെ ഇനി പറമ്പിൽ വെള്ളം അടിക്കട്ടെ കേട്ടോ. ഇപ്പം നല്ല കാറ്റും വെയിലും ആയി തുടങ്ങിയില്ലേ, അപ്പോൾ തന്നെ പറമ്പൊക്കെ ഉണങ്ങിക്കെടുക്കണ്ട. നമ്മൾ എത്ര വെള്ളം അടിച്ചിട്ട് 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം ആകുമ്പോഴത്തേനും വെള്ളമൊക്കെ വലിഞ്ഞിട്ട് കെടുക്കുകയാണ് കേട്ടോ ചെയ്യണം. നല്ല ഡ്രൈ ആയിട്ടൊക്കെ എടുക്കണം പറമ്പൊക്കെ. ഇങ്ങനെ വെള്ളടിയും കൂടിയും കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞ് കുളിക്കുക, തിരുമ്പ് അത്ര ഉള്ളോട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളോട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.